ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ എല്ലാവരും RRB NTPC എക്സാമിനൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ അറിയോ, ഹൗ മാത്തമാറ്റിക്സ് ഡിസൈഡ്സ് യുവർ റാങ്ക് ഇൻ RRB NTPC എക്സാം. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെയാണ് മാത്സ് ആണ് റാങ്ക് നിർണ്ണയിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നതെന്ന്. കാരണം മെജോറിറ്റി ആളുകളും പറയുന്നത് എന്താ അറിയോ, GK ആണ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയാണ്, മാത്തമാറ്റിക്സ് നമുക്ക് റാങ്ക് നിർണ്ണയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതെന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, എല്ലാ സബ്ജക്ട്സും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വിചാരിക്കുന്നത്. റാങ്ക് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, റാങ്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിലെയും മാർക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് മാത്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദ റിയൽ റാങ്ക് ബൂസ്റ്റർ എന്ന് നമുക്ക് മാത്സിനെ പറയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് മാത്സിൽ ചെറിയ മാർക്കിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ റാങ്കിൽ നല്ല വേരിയേഷൻ വരുന്നതെന്നുള്ളതൊക്കെ പറയാട്ടോ. അപ്പോൾ RRB NTPC നമുക്ക് CBT 1 വെച്ചിട്ട് നോക്കാം. CBT 1ലും CBT 2ലും നിങ്ങൾക്കറിയാം മാത്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ CBT 1ൽ നോക്കുകയാണെങ്കിൽ മാത്സിന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, അതായത് 30 ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വെച്ചിട്ട് 30 മാർക്കിലാണ് CBT 1ൽ മാത്സ് വരുന്നത്. പിന്നെ വരുന്നത് റീസണിങ് 30 മാർക്കിന് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് 40 മാർക്കിന് വരുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് CBT 1 വെച്ചിട്ട് CBT 1ൽ മാത്സിൽ ചെറിയൊരു വേരിയേഷൻ മാർക്കിൽ വരുമ്പോൾ റാങ്കിൽ എത്രമാത്രം ചേഞ്ച് വരും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അപ്പം എക്സാം എഴുതുന്നത് എത്രയാണ്, 1-2 പേരല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണല്ലേ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ വരുന്നത് മാത്സിന്റെ മാർക്കിലാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, വൈ മാത്സ് ബിക്കം റാങ്ക് ഡിസൈഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3 കാരണങ്ങൾ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് മാത്സ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു 3 റീസൺസ് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അറ്റംപ്റ്റിന്റെ വ്യത്യാസമാണ്. കൂടുതൽ സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ റീസണിങ്ങിലാണെങ്കിൽ നമുക്കറിയാം ഒരു 30 ചോദ്യങ്ങളാണ് റീസണിങ്ങിൽ നിന്ന് വരുന്നത്. അപ്പൊ അതിൽ അറൌണ്ട് ഒരു 26 to 30 ക്വസ്റ്റ്യൻസോളം റീസണിങ്ങിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 40 ചോദ്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ പേരും അറൌണ്ട് ഒരു 12 to 18 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. മാത്സിന്റെ കേസിൽ വരുമ്പോൾ നമുക്കറിയാം എത്ര ചോദ്യങ്ങളുണ്ട്, 30 ചോദ്യങ്ങളുണ്ട്. 30ൽ ഒരു 12 to 22 അത്രയും ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം മാത്സ് എല്ലാവർക്കും ഒരുപോലെയല്ല. മാത്സ് ചിലർക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ചിലർക്ക് കുറച്ചധികം ടൈം എടുക്കും. ഇപ്പൊ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ചിലർക്ക് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഏരിയ ആണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരു 12 എണ്ണമൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മുടെ മെറിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ടൈം ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് എന്താണ് നല്ല ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആൻസർ ഒക്കെ കണ്ടുപിടിച്ച് അവർക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ചില ആളുകൾക്ക് കുറച്ചധികം ടൈം എടുക്കും ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ കൂടുതൽ ടൈം എടുക്കുമ്പോൾ എന്ത് വരും, സ്റ്റുഡൻസ് പലരും ടൈം കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അറ്റംപ്റ്റ് കുറയുമ്പോൾ റാങ്ക് ഡ്രോപ്പ് ആവും അറ്റംപ്റ്റ് കുറയുമ്പോൾ. അപ്പോൾ അതൊരു റീസൺ ആണ്. മാത്സ് റാങ്ക് ഡിസൈഡിങ് ആണെന്ന് പറയുന്നതിന്റെ സെക്കൻഡ് റീസൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുമ്പോൾ എന്ത് പറ്റും, റാങ്കിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. തേർഡ് റീസൺ പറയാനുള്ളത്, ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം മിസ്റ്റേക്ക് വന്നാൽ എന്ത് പറ്റും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അല്ലേ. ഇപ്പൊ മിസ്റ്റേക്ക് വന്നു, ആ ക്വസ്റ്റ്യൻ പോയി, അങ്ങനെയല്ലല്ലോ. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. എത്രയാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്, 0.33 കുറയും. അതായത് ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ എക്സ്ട്രാ എത്ര മാർക്ക് പോവും, 0.33 മാർക്ക് പോവും. അപ്പൊ പലരും ഫസ്റ്റ് ഒക്കെ ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്നവർ വിചാരിക്കും 0.3 മാർക്കല്ലേ, അതിലെന്താ ഇപ്പൊ ഇത്ര കാര്യമുള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല. 0.3 മാർക്കാൽ ഈവൻ 0.01 മാർക്ക് ആണെങ്കിലും ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ. അപ്പൊ ഇവിടെ വരുമ്പോൾ
0.33 ആവുമ്പോൾ തന്നെ എത്രയോ റാങ്കിന്റെ ഡിഫറൻസ് വരും എന്നറിയോ? നല്ല ഡിഫറൻസ് വരും റാങ്കില്. അതുപോലെ 100-ലധികം റാങ്കുകളുടെ പൊസിഷനിൽ ചേഞ്ച് വരും റാങ്കില്. പിന്നെ ദാറ്റ്സ് വൈ വി സേ മാത്സ് ബിക്കംസ് എ കീ ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. മാത്സ് ബിക്കംസ് എ കീ ഡിഫറൻഷിയേറ്റർ എന്ന് പറയാനുള്ള ഒരു 3 റീസൺ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് മാത്സ് റാങ്കിനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് സിനാരിയോയിൽ ഒരു ആവറേജ് ലെവൽ ഉള്ള ഒരു സ്റ്റുഡൻറ്റിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്സിനൊരു 15 മാർക്ക് സ്കോർ ചെയ്തു. റീസണിങ്ങിനാണെങ്കിൽ ഒരു 27, ജനറൽ അവയർനെസ്സിന് ഒരു 15 എന്നുള്ള രീതിയിൽ എടുത്താൽ ടോട്ടൽ എത്ര മാർക്കായി? 57 മാർക്ക് ആ സ്റ്റുഡന്റ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 57 മാർക്ക്. ഇനി എന്ത് ചെയ്തു? മാത്സ് കുറച്ചും കൂടെ ഇംപ്രൂവ് ആയി. മാത്സ് ഇംപ്രൂവ് ആയപ്പോ തൊട്ട് മുന്നേ എത്രയായിരുന്നു? 15 മാർക്ക്. ഇപ്പൊ എത്രയായി? 23 ആയി. റീസണിങ് സെയിം 27 തന്നെ, GA സെയിം 15 തന്നെ. അപ്പൊ കുറച്ചും കൂടെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ ഇംപ്രൂവ് ചെയ്തു. അങ്ങനെ കുറച്ചും കൂടെ ടൈം കുറച്ച് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സെയിം സ്റ്റുഡന്റിന് തന്നെ എത്ര മാർക്കാ വന്നത്? 65 മാർക്കാ വന്നത്. തൊട്ടു മുന്നേ 57 മാർക്കായിരുന്നു. ആ 57-ന്ന് 65-ലേക്ക് എത്തി. ഒരു 8 മാർക്കിന്റെ ഡിഫറൻസ് വന്നു. 8 മാർക്കിന്റെ ഡിഫറൻസ് വരുമ്പോൾ തന്നെ റാങ്കിൽ നല്ല ചേഞ്ച് വരും. അപ്പൊ സെയിം സ്റ്റുഡന്റ് സെയിം പ്രിപ്പറേഷൻ ആണ്, പക്ഷെ 8 മാർക്കാണല്ലേ കൂടിയത്. ആദ്യത്തേനേക്കാളും 8 മാർക്ക് മാത്സിൽ കൂടി. അപ്പൊ റാങ്ക് ഏകദേശം ഒരു 25,000 to 40,000. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, 8 മാർക്കിന്റെ ഡിഫറൻസ് വന്നപ്പോഴത്തേക്കും എത്രയാണ്? 25,000 തൊട്ട് 40,000 വരെയാണ് റാങ്ക് ചേഞ്ച് ആയത്. സോ ദിസ് ഈസ് ഹൗ വി സേ മാത്സ് ഡിസൈഡ് സെലക്ഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മാത്സിന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണെന്നുള്ളത്. ഇതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് CBT 1-ന്റെ കേസിൽ മാത്രമാണ്. അപ്പൊ CBT 2-ലേക്ക് എത്തുമ്പോഴത്തേക്കും മാത്സിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഈവൻ 0.01 മാർക്കാണെങ്കിൽ പോലും അതൊരു റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലർക്ക് എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വരാതിരിക്കുന്നത് ചിലപ്പം 0.01-ന്റെ ഒക്കെ മാർക്കിന്റെ ഡിഫറൻസിലായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓർക്കും, ഒരു ചോദ്യവും കൂടെ നമ്മൾ കറക്റ്റ് ആക്കിയായിരുന്നെങ്കിൽ എനിക്കും ലിസ്റ്റിൽ കയറായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് കിൽസ് എ റാങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം എന്ത് ചെയ്യുക? നെഗറ്റീവ് വരാതെ നോക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് വരാതെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്സിന്റെ കേസിൽ എന്താ ചെയ്യാൻ പറ്റുക? ഗസ് ചെയ്യാതിരിക്കുക. മാത്സ് ഒരിക്കലും GK ആണെങ്കിൽ പിന്നെ നമുക്ക് ഗസ് ചെയ്താൽ കറക്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നാലും ഒരു സെക്ഷനും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഒരു സബ്ജക്റ്റും ഗസ് ചെയ്ത് ആൻസർ ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. മാത്സിൽ എന്ത് ചെയ്യുക? തീരെ ഗസ് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്യരുത്. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസിൽ മാത്സിലാവുമ്പോഴത്തേക്ക് എസ്പെഷ്യലി യൂണിറ്റ്സിന്റെ കൺവേർഷനൊക്കെ വരും. ഇപ്പം കിലോഗ്രാമിലൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ആൻസർ വരുമ്പോൾ അവിടെ കിലോഗ്രാമിലും ഗ്രാമിലും ഒക്കെ ഉണ്ടാവും. യൂണിറ്റ് ഏതാന്നുള്ളതൊക്കെ ഒന്നുകൂടെ നോക്കി ഉറപ്പ് വരുത്തുക സമയം അനുസരിച്ചിട്ട്. അതുപോലെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സോൾവ് ചെയ്യാതിരിക്കുക. നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തു, അത് നമ്മൾ ഫുള്ള് സോൾവ് ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആയിരിക്കരുത്. എന്താണെന്നറിയോ? ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഒരു അര മിനിറ്റിന് താഴെ സോൾവ് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം ആദ്യത്തെ റൗണ്ടിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു മിനിറ്റ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ മാർക്ക് ചെയ്യാം. എന്നിട്ടും നമുക്ക് കിട്ടാത്ത നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെന്ത് ചെയ്യുക? അത് ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. ഏറ്റവും ലാസ്റ്റ് ഉള്ള ടൈമിൽ എന്ത് ചെയ്യുക? ആ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ സോൾവ് ചെയ്യുക. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ലെങ്തി ആയിട്ടുള്ള ആൻസർ ലെങ്തി ആയിട്ട് ഉള്ള കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ ടൈം പോവും. മാത്രമല്ല നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും വരും. നമ്മളല്ലാതെ വീട്ടിലിരുന്നൊക്കെ നമ്മൾ മോക്ക് എടുക്കും പോലെയല്ല, എക്സാം സെന്ററിൽ പോയി ഇരുന്നിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടെൻഷനും സ്ട്രെസ്സും വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ
ആദ്യമേ തന്നെ ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് ടൈം കൊടുക്കാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കിപ്പ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റത്തേക്ക് എന്ത് ചെയ്യുക, പ്രോബ്ലമാറ്റിക് കൂടുതൽ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കുക. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ എത്രത്തോളം നെഗറ്റീവ് മാർക്കിംഗ് കുറയ്ക്കാവോ അത്രത്തോളം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയും കൂടും. ഓക്കെ, പിന്നെ എപ്പോഴും മാത്സിൽ എപ്പോഴും നമ്മൾ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്താൽ വളരെ നല്ലത്. പക്ഷെ എപ്പോഴും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അറൌണ്ട് ഒരു 22 to 26 സ്കോർ ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് റിയലി ഗുഡ്. മാത്സിൽ ഒരു 22 to 26 സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ അത് മതി നമുക്ക് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മാർക്ക് വെച്ചിട്ട്. അതുപോലെ തന്നെ ബാക്കി ഏരിയയിലും ബാക്കി സെക്ഷനിലും അതനുസരിച്ചിട്ട് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. അപ്പോൾ RRB NTPC എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണോ എന്ന് വെച്ചാൽ സിമ്പിൾ അല്ല. നമ്മൾ നല്ല രീതിയിൽ നല്ല പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. ബിക്കോസ് കോമ്പറ്റീഷൻ അത്രമാത്രം ഉണ്ട്. അപ്പം നല്ല വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കണം. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ RRB NTPC എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ച് റണ്ണിങ് ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ 8590202323 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഓൾസോ ഉണ്ട്. അതിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്